ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ജീൻസിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. കണ്ടോളൂ. 20 ഇഞ്ച് വണ്ണത്തിൽ 13 ഇഞ്ച് ഇറക്കത്തിൽ 2 പീസ് തുണി എടുക്കുക. 13 ഇഞ്ച് ഇറക്കത്തിൽ 2 പീസ് തുണി കണ്ട. അതിനെ നീളത്തിൽ 2ആയി മടക്കുക. വണ്ണത്തിനെയാണ് മടക്കുന്നത് കേട്ടോ. 20നെ 2ആയി മടക്കി ഇനി അതിനെ ഒരു മടക്ക് കൂടി മടക്കി കണ്ടോ, ഇങ്ങനെ മടക്കിയിട്ടു. ഇനി നമുക്ക് ഇതിൽ ഇറക്കം കണ്ട 13, വണ്ണം 10, 4 മടക്കായി തുണി കേട്ടോ. ഇനി 2 ഇഞ്ച് കഴുത്തകലെ നമുക്ക് അടയാളപ്പെടുത്തി 6 ഇഞ്ച് കഴുത്തിറക്കം അടയാളപ്പെടുത്തി നമ്മളൊരു ബോക്സ് പോലെ വരച്ചിട്ടു. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വി ഷേപ്പ് കഴുത്ത് വരച്ചു. ഈ 3.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ വേണം. ആ 3.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി 6 ഇഞ്ച് കൈക്കുഴിയും അടയാളപ്പെടുത്തി. കൈക്കുഴിയിൽ 1.25 ഇഞ്ച് എടുത്ത് കർവ് വരച്ചു, കുഴിച്ചും വരച്ചു ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് അരവണ്ണമാണ് വേണ്ടത്. 9 ഇഞ്ച് അരവണ്ണം എടുത്ത് അതും വരച്ചിട്ടു. 1 ഇഞ്ച് ചെരിച്ച് വരച്ചു. ഫ്രണ്ടിൽ നമുക്ക് ആലിയ കട്ടാണ് വേണ്ടത്. 4.5 ഇഞ്ച് അല്ലെങ്കിൽ 4 ഇഞ്ച് എടുത്ത് ഇതിലേക്ക് ഇങ്ങനെ കർവ് വരച്ചിടാം. ഫ്രണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണ്ടു കേട്ടോ, ബാക്ക് പ്ലെയിനാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കഴുത്തും ഈ മോഡലിൽ കട്ട് ചെയ്തു. 3.5 ഇഞ്ച് ബാക്ക് കഴുത്ത് വരച്ചു, അതിൽ കർവ് കട്ട് ചെയ്തു. ഈ കൈക്കുഴി കട്ട് ചെയ്യാം. സൈഡ് ചെരിച്ച് കട്ട് ചെയ്ത് കൈക്കുഴിയും അതോടൊപ്പം തന്നെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് മാത്രം എടുത്ത് അതിനെ കുഴിച്ച് കട്ട് ചെയ്യാം. ഷോൾഡർ 4 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഉണ്ടോ ഇങ്ങനെ രണ്ട് പീസും ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്കതിന് കൈ പിടിപ്പിക്കാനായിട്ട് 4 ഇഞ്ച് വീതിയിൽ ഒരു 13 ഇഞ്ച് നീളത്തിൽ 2 പീസ് തുണി എടുക്കുകയാണ്. സ്ലീവ് കട്ട് ചെയ്യാനാണ്. 13 ഇഞ്ച് വണ്ണം ഒരു 2.5 ഇഞ്ച് എടുത്ത് നമ്മൾ കൈൻ്റെ ഷേപ്പ് വരയ്ക്കുകയാണ്. കണ്ടോ, ഇവിടെ വരെ നമുക്ക് ഫ്ലീറ്റ് ഇടാം. ഇനി സെൻറ്ററൊന്ന് നോച്ചിടാം. ഞൊറിയിടുന്നവരെ ഒരു നോച്ചിട്ട് വെച്ചു. ഇനി നമുക്കതൊന്ന് അതിൻ്റെ തുമ്പ് ഭാഗം ഒപ്പം കട്ട് ചെയ്യും. സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് കുഞ്ഞു കുഞ്ഞു ഞെറിയിട്ട് അത് പിടിപ്പിക്കാം. ആദ്യം നമ്മൾ കഴുത്താണ് തയ്ക്കാൻ നോക്കുന്നത്. കഴുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വി കഴുത്ത് കൊണ്ട് കുത്തി നിർത്തിയിട്ട് വീണ്ടും ഈ സൈഡിലേക്ക് അടിച്ചെടുക്കുക. ഇനി അതിൽ കുഞ്ഞു കട്ടിട്ട് നമ്മൾ അത് മറിച്ചെടുക്കുക. മറിച്ചെടുത്തു. ഇനി അതിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക. ഇങ്ങനെ പതിച്ചടിക്കുക. ഇനി നമുക്കതൊന്ന് എല്ലാവിടം പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ബാക്കി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയണം. പൊള്ളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൂട്ടിയടിച്ച് വയ്ക്കുന്നത്. ലൈനിങ് ആണ്. ഉണ്ട് ഇങ്ങനെ എല്ലാ ഭാഗവും അങ്ങനെ അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ പൊള്ളച്ചിരിക്കും.
ശ്രദ്ധിച്ചടിക്കുകയാണെങ്കിൽ പൊള്ളിക്കൊന്നുമില്ല. ഉണ്ടോ? നമുക്കതിൻ്റെ കൂടുതലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് അടിഭാഗം ഒരു 15 ഇഞ്ച് ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. അതിനെ മടങ്ങിയ ഭാഗത്ത് വെച്ച് ഒരു 3 ഇഞ്ച് എടുത്ത് ചെരിച്ച് നടുവിലേക്ക് കട്ട് ചെയ്യുക. 2 മടക്കിയിട്ടിട്ട് തുണി 2ആയി മടക്കിയിട്ടിട്ട് 3 ഇഞ്ച് എടുത്ത് മടങ്ങിയ ഭാഗത്തേക്ക് ചെരിച്ച് വരച്ച് കട്ട് ചെയ്തു. ബാക്ക് ഭാഗം നമ്മൾ നേരെ എടുത്താൽ മതി. ഇനി നമുക്കതിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഫ്രണ്ടിലെ പീസിന് കറക്റ്റ് പാകത്തിന് നമ്മൾ പ്ലേറ്റ് ഇട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഒരു ഭാഗം കഴിയുമ്പോൾ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഉണ്ടോ? കുറച്ച് ഞെറിയും കൂടിയും നമുക്ക് ഇടാം. അതുപോലെ മറ്റേ സൈഡും പ്ലേറ്റ് ഇടാം. കൊച്ചു ഞെറിയാണ് ഇടണത്. ആലിയ കട്ടാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ചെരിച്ച് കട്ട് ചെയ്തത്. കുറേ ഉയർത്തിയുള്ള ആലിയ കട്ടല്ല അടിച്ച് കഴിഞ്ഞ് ഞെറിയത്. നമുക്ക് ഫ്രണ്ട് ഭാഗം അതിൽ പിടിപ്പിക്കാം. സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാം. അതിൻ്റെ ആ കോണ് ഭാഗത്തു നിന്നാണ് അടിച്ചു തുടങ്ങണത്. ഒരു സൈഡ് അടിച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് അതുപോലെ അടിച്ചെടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്ക് മറ്റേ ഭാഗം അടിച്ച് കോണ് രൂപത്തിൽ വേണം അതിൻ്റെ സെൻറ്റർ വരാൻ. ഇനി നമുക്ക് ബാക്ക് ഭാഗം നോക്കാം. ബാക്ക് ഭാഗം ലൈനിങ് വെച്ച് കഴുത്ത് അടിക്കുകയാണ്. ഫ്രണ്ടിൽ ഞെറി നമ്മൾ പിടിപ്പിച്ചു. അതുപോലെ ബാക്കിലും ഞെറി പ്ലെയിനായിട്ട് പിടിപ്പിക്കണം. ചെരിച്ച് കട്ട് ചെയ്യണ്ട കേട്ടോ. കഴുത്ത് അടിച്ച് മറിച്ചു. ബാക്കിൻ്റെ നമുക്ക് ഷോൾഡർ പിടിപ്പിക്കാം. ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഷോൾഡർ വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ നല്ല ഭാഗം വെച്ച് ലൈനിങ് പീസ് നല്ല ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് അടിച്ചെടുക്കാം. അപ്പോൾ തയ്യൽത്തുമ്പ് കാണില്ല. ഇങ്ങനെ അടിച്ചിട്ടു. 2 ഭാഗം അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ കണ്ട് വെച്ച് ഒറ്റ ട്രിപ്പാൽ അടിച്ചെടുക്കാം. ഉണ്ടോ? അടിക്കൽ കഴിഞ്ഞ് ഷോൾഡർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം. കഴുത്തിനൊന്ന് പതിച്ചടിച്ച് കൊടുക്കാൻ മറന്നു ഞാൻ. വീണ്ടും അതൊന്ന് പതിച്ചടിച്ച് കൊടുത്തു ബാക്ക് കഴുത്ത്. ഇനി നമുക്ക് ബാക്ക് ഭാഗവും ഒന്ന് പതിച്ചടിക്കാം. എല്ലാ സൈഡും അങ്ങനെ പതിച്ചടിച്ച് ഞെറി വയ്ക്കണം കേട്ടോ. നമുക്ക് കൈയിൻ്റെ പീസ് അടിച്ചെടുക്കാം. തുമ്പ് 2 മടക്കി ചെറുതാക്കി മടക്കി അടിച്ചെടുക്കുകയാണ്. 2 കൈ അതുപോലെ അടിച്ചെടുത്ത് അതിൽ കുഞ്ഞ് ഫ്ലീറ്റിട്ട് സെൻറ്ററിൽ വെച്ച് കുഞ്ഞ് ഫ്ലീറ്റിട്ട് നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാം. ബട്ടർഫ്ലൈ പോലുള്ള കൈയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചെറിയ ഞെറിയിട്ട് പൊന്തി നിൽക്കണ ഒരു കൈ. ഉണ്ടോ? അതുപോലെ പ്ലേറ്റിട്ട് അടിച്ചെടുക്കാം. 2 കൈ ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. രണ്ട് കൈയും ഇതുപോലെ അടിച്ചെടുത്ത് കണ്ട. ഇനി നമുക്കതിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. ഉണ്ടോ? അടിക്കൽ കഴിഞ്ഞു.